നമസ്കാരം. റാഫ്റ്റോ ക്രിക്കറ്റിലേക്ക് എവർക്കും സ്വാഗതം. ഇന്നലത്തെ DC വേഴ്സസ് SRH മത്സരത്തിൽ DCയെ തോൽപ്പിച്ചത് എന്താണെന്ന് ചോദിച്ചാൽ പല കാര്യങ്ങളും പറയാനുണ്ടാവും. അതിൽ പ്രധാനപ്പെട്ട കാര്യം പവർ പ്ലേയിൽ നിർലോഭം റണ്ണ് വഴങ്ങി എന്നുള്ളിടത്താണ് അവർ കളി കൈവിട്ടു പോയത്. പിന്നെ കോട്ട്ല ഗ്രൗണ്ടാണ്, റണ്ണൊഴുകുമെന്ന കാര്യം ഉറപ്പായിരുന്നു. അത് നമ്മൾ മുമ്പൊക്കെ കണ്ടിട്ടുള്ളതാണ്. ഈ കഴിഞ്ഞ വേൾഡ് കപ്പ് പോലും അത്തരത്തിലാണ് അവിടെ മത്സരങ്ങൾ പോയിരുന്നത്. അപ്പോൾ അതുകൊണ്ട് T20 നന്നായിട്ട് റണ്ണൊഴുകും, അതെല്ലാവർക്കും അറിയാം. പക്ഷേ ഇത് ഒരൽപ്പം ബ്രൂട്ടലായിട്ടുള്ള ആക്രമണമായിരുന്നു SRHന്റെ ഭാഗത്ത് നിന്ന് പവർ പ്ലേയിൽ നടന്നത്. പവർ പ്ലേയിൽ ചരിത്രത്തിലെ ഏറ്റവും ഉയർന്ന സ്കോർ അവരടിക്കുകയും ചെയ്തു. പക്ഷെ അങ്ങനെയൊക്കെ ആണെങ്കിലും മറുപടി ബാറ്റിങ്ങിൽ DCക്ക് അവസരമുണ്ടായിരുന്നു. പ്രതീക്ഷയും വാർണറും പോയ ശേഷം ജെയ്ക് ഫ്രേസർ, മഗ്ഗാക്കും അഭിഷേക് പോറലും ചേർന്നുകൊണ്ട് നടത്തിയിട്ടുള്ള പ്രത്യാക്രമണം. 18 പന്തിൽ നിന്ന് 65 റൺസാണ് മഗ്ഗാർക്ക് അടിച്ചതെങ്കിൽ 22 പന്തിൽ നിന്ന് 42 റൺസാണ് അഭിഷേക് പോറലിന്റെ സംഭാവന ഉണ്ടായിരുന്നത്. അങ്ങനെ അവർ കുതിച്ചു പായുന്ന ഒരു കാഴ്ച, ഒരു പക്ഷേ SRHന്റെ ഈ സ്കോർ അവർ മറികടന്നേക്കും എന്ന തോന്നൽ പോലും ഉണ്ടായി. 7ാമത്തെ ഓവറിൽ മഗ്ഗാർക്ക് മടങ്ങുമ്പോൾ 109 റൺസിലേക്ക് അവർ എത്തിക്കഴിഞ്ഞിരുന്നു. പോറൽ പോകുമ്പോൾ 135 റൺസ് ഉണ്ടായിരുന്നു. 8.4 ഓവറുകളാണ് അപ്പോൾ ആയിരുന്നത്. അവിടെ നിന്നാണ് അവർ തോറ്റത്. ആ തോറ്റതിൽ തീർച്ചയായിട്ടും ഋഷഭ് പന്തിന്റെ ബാറ്റിംഗ് പ്രകടനത്തിന് ഒരു പങ്കുണ്ട്. കാരണം പിന്നെ സ്റ്റബ്സും പന്തുമാണ് അവർക്ക് ബാറ്റർമാരായിട്ടുള്ളത്. മറ്റുള്ള ടീമുകളെ പോലെ അത്ര ഡെപ്തുള്ള ബാറ്റിംഗ് നിരയല്ല ഡൽഹിയുടേത് എന്നെല്ലാവർക്കും അറിയാം. അതുകൊണ്ട് തന്നെ പന്തിനും സ്റ്റെപ്സിനും വലിയ ഉത്തരവാദിത്വം ഉണ്ടായിരുന്നു. സ്റ്റെപ്സ് 11 പന്തിൽ നിന്ന് 10 റൺസ് എടുത്ത് പോയി. പിന്നെ അടിക്കേണ്ടത് ഋഷഭ് പന്ത് ആയിരുന്നെങ്കിൽ ഋഷഭ് പന്തിന് യഥാർത്ഥത്തിൽ ആ ടച്ച് കിട്ടിയില്ല. അദ്ദേഹം അടിക്കാനൊക്കെ ശ്രമിച്ചിട്ടുണ്ട്, അതിൽ സംശയമൊന്നുമില്ല. പക്ഷെ ഒട്ടും ടൈമിങ് കറക്റ്റ് ആവുന്നുണ്ടായിരുന്നില്ല. അദ്ദേഹം നന്നായിട്ട് വലഞ്ഞിട്ടുണ്ട്. പിന്നെ അവസാനത്തിൽ ചില ബൗണ്ടറികളൊക്കെ പോയിക്കൊണ്ടാണ് ആ ഒരു റൺ റേറ്റ്, സ്ട്രൈക്ക് റേറ്റ് 100ന് മുകളിലേക്ക് കടന്നത് പോലും. 35 പന്തിൽ നിന്ന് 5 4ഉം 1 6ഉം അടക്കം 44 റൺസാണ് പന്തെടുത്തത്. അത് എപ്പോഴാണ് 266 ചേസ് ചെയ്യുന്ന സമയത്ത് മികച്ച രൂപത്തിലുള്ള അടിത്തറ മറ്റു ബാറ്റർമാർ ഇട്ടുകൊടുത്ത ഘട്ടത്തിലാണ് ഈ ഒരു പ്രകടനം വന്നത്. തീർച്ചയായിട്ടും അത് ടീമിനെ തോൽപ്പിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഇപ്പം എക്സിലൊക്കെ പന്തുമായി ബന്ധപ്പെട്ടിട്ടുള്ള നിരവധി പോസ്റ്റുകൾ ഇങ്ങനെ വരുന്നുണ്ട്. പന്തിനെ എന്തുകൊണ്ട് എല്ലാവരും എതിർക്കുന്നു, എല്ലാം ഫ്രീ ആയിട്ട് കിട്ടുന്ന ആൾക്ക് നേരെ ആളുകൾക്ക് വെറുപ്പുണ്ടാവുക സ്വാഭാവികമാണ് എന്നൊരു പോസ്റ്റ് കണ്ടു. അതുപോലെ തന്നെ ഇങ്ങനെയുള്ള ആളെയും വെച്ചുകൊണ്ടാണോ T20 വേൾഡ് കപ്പിന് പോകാൻ പോകുന്നത് എന്ന് ചോദിക്കുന്ന പോസ്റ്റ് കണ്ടു. അതുകൂടാതെ വളരെ ഓവർ റേറ്റഡ് ആയിട്ട് എല്ലാവരും സപ്പോർട്ട് ചെയ്യുന്ന ഒരു കളിക്കാരൻ എന്നല്ലാതെ അദ്ദേഹത്തിന് T20 പ്രത്യേകിച്ചൊന്നും ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല എന്ന് പറയുന്ന പോസ്റ്റ് ഉണ്ട്. അതിൽ അദ്ദേഹത്തിന്റെ T20 ഇന്റർനാഷണൽ മത്സരങ്ങളിൽ കണക്കൊക്കെ കൊടുത്തിട്ടുണ്ട്. അതിൽ സ്ട്രൈക്ക് റേറ്റ് ഒക്കെ വളരെ മോശമാണ്. അതെല്ലാവർക്കും അറിയാം, ഇന്റർനാഷണലിൽ അദ്ദേഹത്തിന്റെ T20 കണക്ക്. പക്ഷെ ഇങ്ങനെയൊക്കെ ആണെങ്കിലും ഇപ്പോൾ പന്തിനു വേണ്ടി ശക്തമായി വാദിക്കാൻ പ്രമുഖർ തന്നെ രംഗത്തുണ്ട് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഇപ്പം ഇന്നലത്തെ കളി മാത്രം എടുക്കുക, DC 3 ഓവറുകളിലാണ് അർദ്ധ സെഞ്ചുറിയിലേക്ക് പോയത്. പിന്നെ നമ്മൾ പറഞ്ഞ പോലെ 7 ഓവർ ആകുമ്പോൾ അവർ 100 കടന്നു പോയിരുന്നു. ഇങ്ങനെ പോയ ടീമാണ്. DCയുടെ ബാറ്റിംഗ് കൃത്യമായിട്ട് പറഞ്ഞാൽ ആദ്യത്തെ 51 പന്തുകളിൽ നിന്ന് അവർ അടിച്ചു കൂട്ടിയത് 135 റൺസ് ആണെങ്കിൽ പിന്നത്തെ 64 പന്തുകളിൽ നിന്ന് അവരടിച്ചത് 64 റൺസാണ് എന്ന കാര്യം നോക്കുക. അപ്പൊ ഇതാണ് അവരുടെ പ്രകടനം പുറകോട്ട് വലിച്ചത്. പന്തിന്റെ ആ ഇന്നിങ്സ് തന്നെയാണ്, അതിൽ തർക്കമൊന്നുമില്ല. പക്ഷെ അപ്പോഴും നോക്കുക, സുനിൽ ഗവാസ്കർ പോസ്റ്റ് മാച്ച് പ്രസന്റേഷനിൽ പന്തിനോട് പറയുകയാണ്, നിന്റെ തല താഴ്ന്ന് കാണാൻ ഞാൻ ഒരിക്കലും ആഗ്രഹിക്കുന്നില്ല, തല കുനിക്കരുത്, നീ തല കുനിഞ്ഞ് നിൽക്കുന്നത് കാണാൻ ഞാൻ ഒരിക്കലും ആഗ്രഹിക്കുന്നില്ല, ഒരുപാട് മത്സരങ്ങൾ ഇനിയും വരാനുണ്ട്, നീ ചിരിച്ചു നിൽക്ക്. അപ്പോൾ പന്ത് പറഞ്ഞത് ഐ വിൽ ട്രൈ മൈ ബെസ്റ്റ് സാർ. ഇങ്ങനെ ഉള്ളൊരു സ്നേഹവും അടുപ്പവും ഒക്കെ ഗോഡ് ഫാദർമാരായിട്ട് പലരും ഉണ്ടാകുമ്പോൾ ലഭിക്കും. അപ്പം നോക്കുക, അദ്ദേഹം ടൈമിങ്ങിൽ നന്നായിട്ട് സ്ട്രഗിൾ ചെയ്യുന്ന ഘട്ടത്തിലാണ് നടരാജന്റെ ഒരു ഫുൾ ടോസ് എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന് ലെങ്ത് മിസ്സായതാണ്. യോർക്കറിന് ശ്രമിച്ചത് ലെങ്ത് മിസ്സായി. ഈസി ജ്യൂസി ഫുൾ ടോസ് ആണ്. എനിബഡി ക്യാൻ ഹിറ്റ് എന്ന് പറഞ്ഞ വരുന്നൊരു ബോളാണ്. അത് പന്ത് ലെഗ് സൈഡിലേക്ക് ബൗണ്ടറി അടിക്കുമ്പം ഇതേ ആള് സണ്ണിജി കമന്ററി ബോക്സിൽ നിന്ന് വാട്ട് എ ഷോട്ട് എന്നിങ്ങനെ വീണ്ടും ഉരുവിട്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതൊക്കെ കാണുമ്പോൾ സ്വാഭാവികമായിട്ടും ആളുകൾക്ക് എതിർപ്പ് തോന്നുക എന്നുള്ളത് നടക്കുന്ന കാര്യത്തിൽ അത് സ്വാഭാവികമാണ്. അത് ആ അർത്ഥത്തിലേക്ക് കാണേണ്ടുള്ളൂ. അപ്പം പന്ത് ഇന്നലെ കളി തോൽപ്പിച്ചു എന്ന് പറയുമ്പോൾ പലർക്കും അങ്ങ് ദഹിക്കില്ല. അതുകൊണ്ടാണ് പക്ഷേ എന്ന് നമ്മൾ ആ ഒരു തമിഴിൽ തന്നെ കൊടുത്തിട്ടുള്ളത്. വീഡിയോ സാധിക്കുന്ന ക്രിക്കറ്റ് ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ്റ്റോ എത്താം.